എന്തിനാന്ന് എനിക്ക് ഈ സിനിമയുടെ പേര് പറയുമ്പോൾ പേര് പറഞ്ഞാ ഒന്ന് പറഞ്ഞ അതന്നെ ഗിർ. അത്രേ ഉള്ളൂ, നീട്ടില്ല. നീട്ടാ, അത് സൗകര്യം പോലെ. നല്ലൊരു സിനിമയുടെ ഭാഗം വീണ്ടും എല്ലാവരും ഒരുമിക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കേട്ട കഥ, ഞാൻ റിപ്പോർട്ട് ചെയ്ത കഥയാണ്. അന്ന് ഞാൻ റിപ്പോർട്ടിങ്ങിന് തിരുവനന്തപുരത്ത് ഉള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ കുറെ സംഭവങ്ങൾ അറിയാം. അന്ന് ട്രിവാൻഡ്രത്തുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ശരിക്കും ഒറിജിനൽ ആള് രക്ഷപ്പെട്ടോ? പിന്നെ സൂക്കാരന് ഭയങ്കര ഒരു വാർത്ത വന്ന പ്രാധാന്യമാണ്. ആളെവിടെയുള്ള ആളാ? പുള്ളി എവിടെ നിന്നാണ്? തമിഴനല്ല. ഞങ്ങൾ അവിടെ പോയി 3 ദിവസം നിന്ന് ആദ്യത്തെ ദിവസം തന്നെ രക്ഷപ്പെടുത്തി. പക്ഷെ പുള്ളിക്കുണ്ടായ ഒരു ഭയമാണ് അതിനകത്ത് മെയിനായിട്ട്. ഭയപ്പാടുണ്ടായി. ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ ചെല്ലരുത് പറഞ്ഞിട്ടും നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും എടുത്തു ചാടിയത്. ചാക്കോച്ചൻ എന്ത് ധൈര്യം ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല സമയങ്ങളിലായിട്ട് ആൾക്കാർ എടുത്ത് ചാടുന്നുണ്ട്. സംഭവം എന്തായാലും നമ്മളെല്ലാരും കല്യാണത്തിലോട്ട് എടുത്ത് ചാടിയിട്ടുള്ളൂ. അപ്പൊ അതിലിപ്പോ അത് പൊളിച്ചോട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് ചാടിയേക്കാം. അതിലും വലുതൊന്നുമില്ല ഇത്. ഇല്ല അല്ലേ? എന്ത് ബേസ് ചെയ്യാം കേക്കണ്ട. ഏതായാലും നമുക്ക് തോന്നുന്നു ആ സംഭവം അത്തരം സംഭവങ്ങൾ കഥയാക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാകാം. നമുക്ക് അതെല്ലാം കേട്ട് ദൃശ്യങ്ങൾ പോലും കണ്ടതാണ് പ്രേക്ഷകർ. ഒന്നും ഇല്ലാന്ന് പറഞ്ഞാണ് JK നമ്മളെ രണ്ടുപേരെയും ഇതിലോട്ട് ക്ഷണിച്ചത്. ഫുൾ ഗ്രാഫിക്സ് ആണ്, ആനിമേട്രോണിക്സ്, അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഒറിജിനൽ സിംഹത്തിന്റെ കൂടെ നമുക്ക് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു റിയാലിറ്റി, നാച്ചുറാലിറ്റി കിട്ടത്തില്ല, ഒറിജിനാലിറ്റി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സൗത്ത് ആഫ്രിക്ക കൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് ആയതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് സംഭവിച്ച് അങ്ങോട്ട് പോയി. അവിടെ ഒറിജിനൽ സിംഹം, പിന്നെ VFX, ആനിമേട്രോണിക്സ്, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ദർശൻ എന്നുള്ള സിംഹത്തെ നമ്മളിതിൽ കാണുന്നത്. അതിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള സിംഹമാണ്. മോജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്റർനാഷണൽ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇദ്രിസ് എൽബ, അക്ഷയ് കുമാർ, സുരാജ് വെഞ്ഞാറമൂട് പോലുള്ള ആക്ടേഴ്സിന്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. അപ്പൊ അങ്ങനെ സീസൺഡ് പ്രോ ആണ് അദ്ദേഹം. അപ്പൊ പുള്ളിയുടെ അടുത്തോട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം പുള്ളിക്ക് റെസ്റ്റാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ആദ്യ ദിവസം പുള്ളിയുടെ സിംഗിൾ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത്, രണ്ടാമത്തെ ദിവസം റെസ്റ്റ്, മൂന്നാമത്തെ ദിവസം കോമ്പിനേഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവിടെ എത്തുമ്പോൾ രാവിലെ ഒരു കോള്, സുരാജിൻ്റെത്, ചെറിയ പനി, ജലദോഷം പോലെ. ശരി, ഓക്കെ, എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം സുരാജിൻ്റെ കോമ്പിനേഷൻ, അതിന് ചാക്കോസിൻ്റെ എടുക്കാമെന്ന്. ശരി. പിന്നീട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, ഓഫാണ്. നമ്മൾ വിചാരിച്ചു നല്ല പനിയായിരിക്കും, വിറവലൊക്കെ ആയിരിക്കും വിചാരിച്ചു, വിട്ടു. 2 ദിവസം കഴിഞ്ഞ് പിന്നെ നാട്ടിലാണ് അദ്ദേഹം പൊങ്ങിയത്. കണ്ട സത്യം. ശരിക്കും എനിക്ക് വയ്യാതെ പോകുന്ന ഇവര് പറഞ്ഞ് ഈ സാധനത്തിനെ കണ്ട് പേടിക്കും. കാര്യം എന്താണെന്നറിയാം, അത് നല്ല ഐശ്വര്യമുണ്ട്. ഇത് അവരുടെ ഈ ട്രെയിനറുടെ കയ്യിൽ പോലും നിൽക്കാത്ത അവസ്ഥയുണ്ട്. ആ സ്ഥലത്ത് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ചെല്ലുമോ? ചാക്കോച്ചൻ ചെന്ന് ഞാൻ കുറച്ചേരൊക്കെ നോക്കി കിട്ടൂലെന്നേ. കാര്യം ഈ കൂട്ടിനകത്ത് ഇട്ടിട്ടാണ് പരിപാടി നമ്മൾ. എന്നിട്ട് നമ്മളെ ഇറക്കി വിടും ഇന്ന പോയിന്റ് വരെ. അല്ല, സിംഹം പുറത്ത് നിങ്ങൾ കൂട്ടിലായിരുന്നു? അയ്യോ, അത് ആദ്യം ഷോട്ട് എടുക്കുമ്പോൾ നമ്മളും പുറത്തിറങ്ങും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം, ആള് ഇവിടെ ഒരു വര, ഈ വര ഇങ്ങോട്ട് കഴിഞ്ഞാല് നിങ്ങൾ ഓടിയകത്ത് കയറാം. എന്ത് വരാ, അത് ഇവിടുന്ന് ജമ്പടിച്ചു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ തലവരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർന്നു. ആ വരെ ഈ വരെ ഒരു കാര്യമില്ല. സ്വിച്ച് ഓഫ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നാട്ടിലാ പൊങ്ങിയത്. 1-2 ഷോട്ടിനൊക്കെ നിന്ന് മറ്റേ വരയിലൊക്കെ അണ്ണൻ കബഡി കളി പോലെ അണ്ണനെ നിർത്തി കൊടുത്ത്. പിന്നെ കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് കേട്ടില്ല അല്ലേ? ഇല്ല, എന്തായാലും കേട്ടില്ല. കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക്. അതുകൊണ്ട് പുള്ളി ഒന്ന് നാട്ടിലേക്ക് മുങ്ങിന്ന് മാത്രമേ ഉള്ളൂ. കുറെ പടങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. ചാക്കോച്ചൻ അവിടെ നിന്നോട്ടേന്ന് വെച്ച്. പക്ഷെ അനുഭവമായിരുന്നു കേട്ടോ. അനുഭവം ഇതിനായിരുന്നു, സിംഹത്തിനായിരുന്നു. നമുക്കല്ലേ ശരിക്കും ഒരു അനുഭവം ഇല്ലായിരുന്നു. ഈ ഭയങ്കര ഇതല്ലേ. പിന്നെ ഷാജി നടേശൻ സാറ് എല്ലാരും ഉണ്ടായിരുന്നു. ഡയറക്ടർക്ക് ആദ്യമേ ചെന്നിട്ട് ഒരു കൂട്ടിനകത്ത് കയറും. ആദ്യമേ സേഫ് ആവും ക്യാമറയും. അതെ. അപ്പൊ അവിടെ ഉള്ള ലാസ്റ്റില് ഷാജി നടേശനും ഒരു
കൂട്ടിനകത്തുണ്ട്. കാരണം ബാക്കിയുള്ള നാട്ടിലുള്ള സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ. ഇനി ലാസ്റ്റ് സിനിമ കടിച്ചാലും വലിയ കുഴപ്പമില്ലാതെ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നു. സിനിമ തീർത്ത് കിട്ടിയാൽ മതി. ഇനി എങ്ങനെ അങ്ങനെ സംഭവിച്ച പടത്തിന് ഒരു ഹൈപ്പ് കിട്ടുമല്ലോ കൊണ്ടുപോയത്. എന്തായാലും സിനിമ തീർക്കുകയും ചെയ്യണം. ഇത്ര ചെയ്തു വെച്ചേക്കുവാണ്. സിംഹത്തെക്കാളും ക്രൂരനായ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തത്. അത് ഗംഭീര പോയിന്റ്. ആ ക്രൂരന്മാരൊക്കെ ഇതൊന്ന് കാണിട്ട് ഇറങ്ങുമ്പോ അവർക്ക് കൂട്ടിനകത്തിരുന്ന് സേഫ് അല്ലേ? പക്ഷെ എനിക്ക് ഷാജി പ്രൊഡ്യൂസർ കൂട്ടിനകത്ത്, ഡയറക്ടർ കൂട്ടിനകത്ത്, നമ്മള് മാത്രമാണ് കൂട്ടിന് വെളിയില്. ഇപ്പൊ ലാസ്റ്റില് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞ് ഷാജി നടേശൻ ചേട്ടൻ അതിനകത്തിരുന്നു പോയി, ഇതിവിടെ ഇരുന്നോട്ടെ രസമുണ്ടെന്ന്. കൂട്ടു സിനിമ ഇരുന്നോട്ടെ. 2000 കഴിഞ്ഞിട്ടാ വിട്ടത്. പക്ഷെ ഇത്തരം സ്റ്റോറികൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രേക്ഷകർ ഇത് ഈ കഥ കേട്ടതാണ്, കണ്ടതാണ്. അപ്പം അതിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കണ്ട സ്റ്റോറിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ല, കണ്ട സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിലേക്കായിരിക്കാം സിനിമ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ സബ് പ്ലോട്ടുകളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഇതിൽ എൻ്റെ ക്യാരക്ടർ റെജിമോൻ നാടായിരുന്നുള്ള ക്യാരക്ടറാണ്. ഞാൻ അതിലോട്ട് എടുത്ത് ചാടാനുള്ളൊരു കാരണം ഉണ്ട്. കാരണക്കാരി ഇതാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്, പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ സൂവിൻ്റെ സൂപ്പർവൈസറായ ഹരിദാസിൻ്റെ ക്യാരക്ടറാണ് സുരാജ് ചെയ്യുന്നത്. പുള്ളി എടുത്ത് ചാടുന്നുണ്ട്. അവസാനം പുള്ളി ഞാനും മാത്രം ഇതിൽ പെട്ടുപോകുന്നു. അതിനുശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന കാര്യങ്ങൾ പിന്നീട് ചെറിയൊരു രീതിയിലോട്ടൊക്കെ അത് മാറുന്നുണ്ട് ടുവേഴ്സ് ദി എൻഡ്. പക്ഷേ സബ് പ്ലോട്ടുകൾ കുറേ ഉണ്ട്. ഇപ്പം ഹരിദാസിൻ്റെ വൈഫാണ് ക്യാരക്ടറാണ് സുധി ചെയ്യുന്നത്. അവരുടെ ലൈഫിലെ കുറച്ച് ഇഷ്യൂസ്, ഇതെല്ലാം സബ് ലേയേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം സൂവിനകത്ത് മാത്രം നടക്കുന്ന ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണേണ്ട ആവശ്യമില്ല. ബാക്ക് സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട്. ബാക്ക് സ്റ്റോറീസും സബ് പ്ലോട്ട്സും രസകരമായിട്ടുള്ള പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളുണ്ട്, ഫാമിലി ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിംഹം ലയൺ വേഴ്സസ് മാൻ സർവൈവൽ മൂവി മാത്രമായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അനക്കയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി. മനസ്സിലായി? കഥയില്ല, കഥയിലെ ഏറ്റവും പ്രശ്നക്കാരി അനക്കയാണ്. അതെടുത്ത് പറഞ്ഞുകൊണ്ട് മനസ്സിലായി. അനക്കെ നെട്ടിപ്പോയി. അല്ല, കഥയിലെ പ്രശ്നക്കാരി എന്ന് പറഞ്ഞാൽ അത്തരം ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ, അത്തരം സ്റ്റോറി എനിക്കൊന്ന് വിഷ്ണുപുരത്തിന് ശേഷം നല്ലൊരു സ്റ്റോറിയിലേക്കാണ് വരുന്നത്. ഈ സ്റ്റോറി കേട്ട് ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? ചാക്കോച്ചനാണ് പേര്, സുരാജ് ചേട്ടനുണ്ട്, ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. എന്താണ് തോന്നിയത്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വൺ ലൈൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വേറൊരു ജോണർ ആയിരുന്നു. പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇറ്റ് വാസ് ഈവൺ മോർ ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതിൻ്റെ ഹോൾ ടീം, അതായത് ടെക്നിക്കൽ ടീമാണെങ്കിലും പിന്നെ ആക്ടേഴ്സാണ്, ചാക്കോച്ചിൻ്റെ കൂടെ പിന്നെ സുരജേട്ടൻ, ശ്രുതി, ജെയ്ക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എസ്ര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ടീം. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സുരാജിന്റെ പടത്തിന്റെ പേര് എക്സ്ട്രാ ഡീസന്റ്. അതുപോലെ എന്റെ പേര് ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത് ചാക്കോച്ചൻ, എക്സ്ട്രാ ഡീസന്റ് എന്നാണ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന പടത്തിൽ ചെയ്യുന്നു. അതാണ് പറഞ്ഞത്. അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടൈറ്റിലാണ് എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളത്. അത് ഇപ്പോഴാണ് അനൗൺസ് ചെയ്തത് അല്ലല്ലോ? ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്തത് ഇപ്പോഴാണ്. ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴാണ്. ടൈറ്റിൽ ഇതായിരുന്നു. അല്ല, ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴാണ്. ടൈറ്റിൽ ഏതാന്ന് മനസ്സിലായി. ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴാന്നില്ലല്ലോ. അതെ, അതല്ലേ. ചാക്കോച്ച നമുക്ക് സുരാജിന്റെ പ്രൊഡക്ഷന്റെ സിനിമ ഫുൾ ചെലവ് സുരാജിന്റെ വക. ഫുൾ ചെലവ് സുരാജ് എന്ന പ്രൊഡ്യൂസറിന്റെ വക. കൈയടിച്ച് തന്നെ പാസ്സാക്കല്ലേ, ഞങ്ങളൊരു കൈയടിക്കാം, അല്ലാതെ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. ഞാൻ റെഡിയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് ശരിയാണ്, അത് എപ്പോഴും അങ്ങനെയാണ്. അത് നമുക്കൊരു മാറ്റവും ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കര സീനിയർ ആക്ടർ അല്ലല്ല, ലൈക്ക് ഒരുപാട് സീനിയർ ആക്ടറാണ്, കുറേ ഫിലിംസ് കണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ചാക്കോച്ചൻ ഭയങ്കര, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈസ് വെരി വെരി ഹംബിൾ.